നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ മൈലോമയെക്കുറിച്ചാണ്. പ്രത്യേകിച്ചും അതിന്റെ ചികിത്സായാത്ര എങ്ങനെയായിരിക്കും എന്നതിനെപ്പറ്റി. അതിൽ തന്നെ മെയിന്റനൻസ് തെറാപ്പി എന്നൊരു ഘട്ടമുണ്ട്. അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിൽ വരുന്നൊരു ചോദ്യം ഇതാണ്, അല്ലേ? എന്താണ് ഈ മൾട്ടിപ്പിൾ മൈലോമയുടെ ചികിത്സാരീതി? ഒറ്റനോട്ടത്തിൽ ഇതൊരു വലിയ യാത്രയായിട്ട് തോന്നാമെങ്കിലും സത്യം പറഞ്ഞാൽ ഓരോ ഘട്ടവും നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. അപ്പോൾ നമുക്ക് ആ യാത്രയുടെ ഓരോ സ്റ്റെപ്പിലേക്കും ഒന്ന് പോയി നോക്കാം. ഈ യാത്രയെപ്പറ്റി ഒരു ക്ലിയർ പിക്ചർ കിട്ടാനായിട്ട് നമ്മൾ ഇതൊരു 6 ഭാഗങ്ങളായിട്ടാണ് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ ചികിത്സാ യാത്ര എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് നോക്കാം. പിന്നെ ഇൻഡക്ഷൻ തെറാപ്പി, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിനെപ്പറ്റി പഠിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയത്തിലേക്ക് വരും, അതായത് മെയിൻ്റനൻസ് തെറാപ്പി. അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ്, ചികിത്സയുടെ ഭാവി എന്താണ് എന്നൊക്കെ ചർച്ച ചെയ്യും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു ടീമിൽ ഒരു രോഗി എന്ന നിലയ്ക്ക് നിങ്ങളുടെ പങ്ക് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. നിങ്ങളുടെ ചികിത്സായാത്ര തുടങ്ങുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് തുടക്കത്തിലെ വ്യക്തമാക്കുക എന്നതാണ്. ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതാണ്: അസുഖം ദീർഘകാലത്തേക്ക് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുക. അതായത് മൈലോമ തിരിച്ചുവരാനുള്ള സാധ്യത എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കുക. ഇനി നമ്മൾ കാണാൻ പോകുന്ന എല്ലാ ചികിത്സാരീതികളും ഈ ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശരി, ലക്ഷ്യം നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ചികിത്സയുടെ ആദ്യ പടിയിലേക്ക്, അതായത് ഇൻഡക്ഷൻ തെറാപ്പിയിലേക്ക് കടക്കാം. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ചികിത്സായാത്ര ആക്റ്റീവായിട്ട് തുടങ്ങുന്നത്. ഈ ചികിത്സയുടെ ആദ്യത്തെ ഘട്ടത്തിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇതിന് സാധാരണയായി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 3-4 മരുന്നുകൾ ഒരുമിച്ച് തരുന്ന ഒരു ചികിത്സാരീതിയാണിത്. ഇത് ഏകദേശം ഒരു 3 മുതൽ 6 സൈക്കിൾ വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇൻഡക്ഷൻ തെറാപ്പി കഴിഞ്ഞാൽ ചികിത്സയുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു വലിയ ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് വരും. നിങ്ങളൊരു ഓട്ടോലോഗസ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റിന്, അതായത് ASCTക്ക് യോഗ്യനാണോ അല്ലയോ? ഇവിടെ 2 വഴികളാണ് മുന്നിലുള്ളതല്ലേ? നിങ്ങൾ ASCTക്ക് യോഗ്യനാണെങ്കിൽ, യെസ് ആണെങ്കിൽ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെം സെൽ കളക്ട് ചെയ്യുക, എന്നിട്ട് ട്രാൻസ്പ്ലാന്റ് നടത്തുക എന്നതാണ്. ഇതിനെ കൺസോളിഡേഷൻ എന്നും പറയും. ഇനി അതല്ല, നിങ്ങളതിന് യോഗ്യനല്ലെങ്കിൽ, നോയാണെങ്കിൽ, നിങ്ങൾ ഇൻഡക്ഷൻ തെറാപ്പി തന്നെ തുടരുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് ആ 2 വഴികൾ. ഓക്കെ, അപ്പോൾ ഇൻഡക്ഷൻ തെറാപ്പി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരികയാണ്: മെയിൻ്റനൻസ് തെറാപ്പി. അസുഖം നിയന്ത്രണത്തിലായതിനു ശേഷം അത് തിരികെ വരാതെ ദീർഘകാലത്തേക്ക് പിടിച്ചു നിർത്താനുള്ള ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണിത്. അപ്പോൾ എന്താണ് ഈ മെയിൻ്റനൻസ് തെറാപ്പി എന്ന് ചോദിച്ചാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ചികിത്സയൊക്കെ കഴിഞ്ഞ് അസുഖം തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു തരം തുടർ ചികിത്സയാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം റിമിഷൻ, അതായത് അസുഖം ശമിച്ചിരിക്കുന്ന അവസ്ഥ എത്ര കാലം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും കാലം നീട്ടുക എന്നതാണ്. അപ്പോൾ ഈ ചികിത്സ കൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഗുണം? 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് അസുഖം നിയന്ത്രണത്തിലായിരിക്കുന്ന കാലയളവ്, അതായത് റെമിഷൻ പീരീഡ്, നല്ലോണം വർദ്ധിപ്പിക്കും. അതിന്റെ ഫലമായിട്ട് തീർച്ചയായും രോഗിയുടെ അതിജീവന സാധ്യതയും കൂടും. ഈ 2 കാര്യങ്ങളും ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലേ? സാധാരണയായിട്ട് മെയിൻ്റനൻസ് തെറാപ്പിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നാണ് സിംഗിൾ ഏജന്റ് റെവ്ലിമിഡ്. മിക്ക രോഗികളിലും ചികിത്സയുടെ ഈയൊരു ഘട്ടത്തിൽ സാധാരണയായി കണ്ടുവരുന്നൊരു സ്റ്റാൻഡേർഡ് ചികിത്സാ രീതിയാണിത്. ഓക്കെ, ഇനി അടുത്തത്. ഏതൊരു ചികിത്സയുടെ കാര്യത്തിലെന്ന പോലെ ഇവിടെയും ഓരോ രോഗിയും അവരുടെ ഡോക്ടറുമായിട്ട് സംസാരിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചികിത്സയുടെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ്? നമുക്കതൊന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഒരു വശത്ത് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ, അതായത് അസുഖം കൂടുതൽ കാലത്തേക്ക് ശമിച്ചു നിൽക്കും, അതിജീവന സാധ്യത കൂടും, ഇതൊക്കെയാണ് പ്രധാന നേട്ടങ്ങൾ. പക്ഷേ മറുവശത്ത് ഏതൊരു മരുന്നിനുമുള്ള പോലെ ഇതിനും ചിലപ്പോൾ ചില സൈഡ് എഫക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. ഇത് നിങ്ങളും നിങ്ങളുടെ ഡോക്ടറും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി, നിങ്ങളുടെ മുൻഗണനകൾ, ഇതൊക്കെ വെച്ച് ഗുണങ്ങളും ദോഷങ്ങളും നോക്കിയ ശേഷം വേണം ഒരു തീരുമാനത്തിലെത്താൻ. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെയിൻ്റനൻസ് തെറാപ്പിയുടെ ലോങ് ടേം പ്ലാനിനെക്കുറിച്ചാണ്. അതായത് ഇത് എത്ര കാലം തുടരണം, ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ, അങ്ങനെയുള്ള കുറച്ച് പ്രാക്ടിക്കൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതെ, അപ്പോൾ സ്വാഭാവികമായും വരുന്നൊരു ചോദ്യമാണ്, ഇനി എന്ത്? ഈ മെയിൻ്റനൻസ് തെറാപ്പിയുടെ ദീർഘകാല പ്ലാൻ എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നത്?
ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പരിഗണിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം കാലാവധി. സാധാരണയായിട്ട് അസുഖം വീണ്ടും കൂടുന്നതുവരെ ഈ ചികിത്സ തുടരാനാണ് പറയാറ്. പക്ഷേ ഇതൊരു കർശനമായ നിയമമൊന്നുമല്ല. സൈഡ് എഫക്ട്സ് കാരണം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇനി നിങ്ങളുടെ അസുഖം വളരെ നന്നായിട്ട് കൺട്രോളിലാണെന്ന് വെക്കുക. അങ്ങനെയെങ്കിൽ ചികിത്സ നിർത്തുന്നതിനെക്കുറിച്ച് ഡോക്ടറുമായിട്ട് സംസാരിക്കാവുന്നതാണ്. ഒരു കാര്യം കൂടി ഓർക്കണം, റെവ്ലിമിഡ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേറെയും ചികിത്സാ മാർഗങ്ങൾ ലഭ്യമാണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിൽ വെക്കണം. ഈ ചികിത്സായാത്രയുടെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളുടെ രോഗലക്ഷണങ്ങളെയും സൈഡ് എഫക്ട്സിനെയും ഒക്കെ മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന സപ്പോർട്ടീവ് കെയർ എപ്പോഴും കൂടെയുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഈ യാത്രയിൽ ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും കരുതരുത്. ഓക്കെ, ഇനി നമ്മൾ അവസാനത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ ചികിത്സാ ടീമിൽ ഒരു രോഗിയെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എന്ത് പങ്കാണുള്ളത്? ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങൾ വെറുമൊരു രോഗി മാത്രമല്ല, നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണ ടീമിലെ ഒരു പ്രധാനപ്പെട്ട അംഗം തന്നെയാണ്. അതുകൊണ്ട് ഡോക്ടർമാരുമായും നഴ്സുമാരുമായും ഒക്കെ എപ്പോഴും തുറന്ന് സംസാരിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ പേടി, നിങ്ങളുടെ പ്രതീക്ഷകൾ എല്ലാം അവരുമായിട്ട് പങ്കുവെക്കണം. അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈ ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം. എന്റെ ചികിത്സാ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണോ പ്രധാനം, അതോ അസുഖത്തെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുക എന്നതാണോ? ഈ ലക്ഷ്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കുന്നത് ചികിത്സയ്ക്ക് ഒരു ശരിയായ ദിശ നൽകാൻ സഹായിക്കും. കാരണം ഓർക്കുക, ഇത് നിങ്ങളുടെ യാത്രയാണ്, നിങ്ങളുടെ ജീവിതമാണ്.